നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുവാൻ പോകുന്ന വിഷയം ഉണ്ണി മുകുന്ദൻ്റെ ഗെറ്റ് സെറ്റ് ബേബിയും അശ്വന്ത് കോക്കിൻ്റെ സിനിമ റിവ്യൂവും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിച്ച മാർക്കോ എന്ന മലയാള ചലച്ചിത്രം സിനിമാക്കാരെ അമ്പരപ്പിച്ചുകൊണ്ട് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ അമ്പരപ്പിക്കുന്ന വിജയമാണ് കരസ്ഥമാക്കിയത്. ഏതാണ്ട് 150 കോടി രൂപയോളം എല്ലാ ഭാഷകളിൽ നിന്നും ഈ ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ട്. സാറ്റലൈറ്റ്, OTT, മറ്റ് അവകാശങ്ങൾ കൂടി വരുമ്പോൾ ബിസിനസ് വിഹിതം 200 കോടി കവിയും. ഇങ്ങനെ 100 കോടി ക്ലബ്ബ് നേടി തിയേറ്ററിലെ പ്രകമ്പനം കൊള്ളിച്ച മാർക്കോയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ്റെ പുതിയ ചിത്രം വരികയാണ്, ഗെറ്റ് സെറ്റ് ബേബി. മാർക്കോ പടം കണ്ട് ഒരു തികഞ്ഞ ഉണ്ണി മുകുന്ദൻ ഫാനായി മാറിയ ഈ ഉള്ളവനും ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഗെറ്റ് സെറ്റ് ബേബിക്ക് ടിക്കറ്റ് എടുത്ത് കയറി. മെല്ലെ 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 പോയി അവസാനം കത്തിപ്പടർന്ന് അവസാനിക്കുന്ന ഒരു കൊച്ചു മലയാള ചിത്രം. ഉണ്ണി മുകുന്ദൻ തൻ്റെ നായകവേഷം അതിഗംഭീരമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കുടുംബചിത്രം കാണുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫാമിലിക്ക്, കുടുംബ പ്രേക്ഷകർക്ക് ഫസ്റ്റ് ചോയ്സായി ഗെറ്റ് സെറ്റ് ബേബി തീർച്ചയായും തിരഞ്ഞെടുക്കാം. മാർക്കോ പോലെ തിയേറ്ററിൽ ആളും ആരവുമില്ല. മെല്ലെ മെല്ലെയാണ് തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നത്. അത് അങ്ങനെയാണല്ലോ. ഒരു ഫാമിലി ചിത്രം അല്ലെങ്കിൽ ഒരു കുടുംബചിത്രം വരുമ്പോൾ മെല്ലെ മെല്ലെ ആളുകൾ തിയേറ്ററിലേക്ക് വരും. പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് തിയേറ്ററിൽ ആൾ കയറുക. ഗെറ്റ് സെറ്റ് ബേബിയെ പറ്റി അഭിപ്രായം വിളിച്ചു ചോദിച്ച എൻ്റെ സുഹൃത്തിനോട് ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ അവരിൽ നിന്നും കേട്ട മറുപടി എന്നെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ച് കളഞ്ഞു. ചേട്ടാ, പടത്തിന് വളരെ മോശം അഭിപ്രായമാണ് കിട്ടുന്നത്. തീരെ ആളില്ല. പടം കാൽ കാശിന് കൊള്ളില്ല. സാധാരണ ബോറടിപ്പിച്ച് കൊല്ലുന്ന അനേക മലയാള ചലച്ചിത്രങ്ങളും മറ്റ് ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പടം ഒഴിപ്പിക്കാതെ പാതി വഴിക്ക് തന്നെ തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഗെറ്റ് സെറ്റ് ബേബിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കൂളായി കണ്ടിരിക്കാം. ഒട്ടും ബോറടിയില്ല. ഉണ്ണി മുകുന്ദന് ധാരാളം ആരാധകരുള്ളതിനാൽ അവർ വന്ന് പടം വിജയിപ്പിച്ചുകൊള്ളും, പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർ. വളരെ പോസിറ്റീവ് അഭിപ്രായം നേടിയ ഒരു ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് പെട്ടെന്ന് ഒരു നെഗറ്റീവ് അഭിപ്രായം വരാൻ എന്താണ് കാരണം? അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. നമ്മുടെ കുപ്രസിദ്ധ സിനിമാ നിരൂപകൻ അശ്വന്ത് കോക്കിൻ്റെ സിനിമ റിവ്യൂവാണ് ഇതിന് പിന്നിൽ. ഞാൻ ഗെറ്റ് സെറ്റ് ബേബിയെക്കുറിച്ചുള്ള അശ്വന്ത് കോക്കിൻ്റെ സിനിമ റിവ്യൂ തപ്പിപ്പിടിച്ച് കണ്ടു. ശരിക്കും കൊലവിളി നടത്തിയിരിക്കുകയാണ്. സാധാരണ നിരൂപകർക്ക് പടം എത്ര മോശമാണെങ്കിലും എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങൾ കാണും, പറയുവാൻ കഴിയും. പക്ഷേ അശ്വന്ത് കോക്കിന് അതിന് കഴിയുന്നില്ല. അശ്വന്ത് കോക്കിൻ്റെ ഭാഷയിൽ പടം എല്ലാം നെഗറ്റീവാണ്.
പോസിറ്റീവായി ഒരു ഘടകം പോലുമില്ല. ഞാൻ താഴെ വന്ന കമൻറ്റിലൂടെ കണ്ണോടിച്ചു. ഒരാളും അശ്വന്ത് കോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് വളരെ രസകരമായ വസ്തുത. അശ്വന്ത് ഗോക്ക് വളരെ വളരെ മോശം റിപ്പോർട്ട് ചെയ്ത പടത്തെക്കുറിച്ച് അശ്വന്ത് ഗോക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന എല്ലാ റിപ്പോർട്ടുകളും വളരെ പോസിറ്റീവ്. ഞെട്ടിപ്പിക്കുന്ന ഒരു പരമാർത്ഥമല്ലേ ഇത്? എന്താണ് ഇതിൻ്റെ പിന്നിൽ? വളരെ വളരെ മോശപ്പെട്ട പല പടങ്ങൾക്കും അശ്വന്ത് ഗോക്ക് ഗംഭീര റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പാളീസായി എന്നത് വേറൊരു സത്യം. ഇതിൽ നിന്നും ഒന്ന് വ്യക്തമല്ലേ, അശ്വന്ത് കോക്കിൻ്റെ സിനിമാ നിരൂപണം നിഷ്പക്ഷമല്ല. ഇതിന് പിന്നിൽ വേറെ ചില കളികളുണ്ട്. സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ നല്ലതേത് ചീത്തയേത് എന്ന് പറയാനുള്ള റൈറ്റ് തനിക്കുണ്ടെന്ന് അശ്വന്ത് കോക്കിന് വാദിക്കാം. പക്ഷേ ഒരു പിണ്ണാക്കുമല്ല.